റഷ്യൻ നാടോടി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് വാളമീൻ കൽപ്പിക്കുന്നു ഞാൻ ഇച്ഛിക്കുന്നു. പണ്ടൊരിക്കൽ ഒരിടത്ത് ഒരു കൃഷിക്കാരന് 3 പുത്രന്മാർ ഉണ്ടായിരുന്നു. 2 പേർ ബുദ്ധിമാന്മാരും മൂന്നാമനായ യമേല്യ ഒരു മടിയനുമായിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ടൻ യമേല്യ എന്ന് എല്ലാവരും അവനെ കളിയാക്കി വിളിച്ചു. മൂത്ത സഹോദരന്മാർ 2 പേരും എപ്പോഴും പണിയെടുത്തുകൊണ്ടിരുന്നു. എന്നാൽ യമേല്യ കൂടുതൽ സമയവും ചൂട് കാഞ്ഞുകൊണ്ട് കട്ടിലിൽ ഉറക്കമായിരുന്നു. ഒരു ദിവസം മൂത്ത സഹോദരന്മാർ ഇരുവരും ചന്തയിലേക്ക് പോയി. അവരുടെ ഭാര്യമാർ പറഞ്ഞു, യമേല്യ പോയി കുറെ വെള്ളം കൊണ്ടുവരൂ. കട്ടിലിൽ കിടന്നുറങ്ങിയിരുന്ന യമേല്യ മറുപടി പറഞ്ഞു, ഞാൻ പോകുന്നില്ല, എനിക്ക് പോകാൻ ഇഷ്ടമില്ല. അപ്പോൾ ചേട്ടത്തി പറഞ്ഞു, നീ പോയില്ലെങ്കിൽ ജ്യേഷ്ഠന്മാർ വരുമ്പോൾ സമ്മാനം ഒന്നും കൊണ്ടുവരികയില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പോകാം, മനസ്സില്ലാ മനസ്സോടെ യമേല്യ പറഞ്ഞു. യമേല്യ താഴെ ഇറങ്ങി ബൂട്ടുകൾ ധരിച്ചു. കുപ്പായമെടുത്തിട്ടുകൊണ്ട് അവൻ 2 തൊട്ടികളും ഒരു കോടാലിയുമായി പുഴയിലേക്ക് പോയി. അവൻ കോടാലി കൊണ്ട് ഐസിൽ ഒരു ദ്വാരമുണ്ടാക്കി. വെള്ളം മുക്കിയെടുത്ത് തൊട്ടികൾ നിറച്ചു വെച്ച ശേഷം അവൻ ഐസിലുണ്ടാക്കിയ ദ്വാരത്തിലൂടെ വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ ഒരു വാളമീൻ നീന്തി കളിക്കുന്നത് അവൻ കണ്ടു. അവൻ കൈയിട്ട് വാളമീനിനെ പുറത്തെടുത്തു. ഇന്ന് അത്താഴത്തിന് മീൻ സൂപ്പ് കുടിക്കാം, അവൻ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. എന്നാൽ മീൻ മനുഷ്യ ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു, എന്നെ വിട്ടേക്കൂ യമേല്യ, ഞാൻ നിനക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാം. യമേല്യ ചിരിച്ചുപോയി. നീ എനിക്ക് എന്ത് ഉപകാരം ചെയ്യാനാണ്? ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോയി ജ്യേഷ്ഠത്തിമാരോട് സൂപ്പ് വെച്ച് തരാൻ പറയും. എനിക്ക് മീൻ സൂപ്പ് വളരെ ഇഷ്ടമാണ്. വാളമീൻ വീണ്ടും വീണ്ടും യാചിച്ചു, യമേല്യ എന്നെ വിട്ടേക്കൂ, ഞാൻ നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരാം. ശരി, യമേല്യ പറഞ്ഞു, നീ എന്നെ പറ്റിക്കുകയില്ലെന്ന് തെളിയിച്ചാൽ ഞാൻ നിന്നെ വിടാം. നീ എന്താണ് ആഗ്രഹിക്കുന്നത് യമേല്യ? മീൻ ചോദിച്ചു. ഒറ്റ തുള്ളി വെള്ളം പോലും തുളുമ്പാതെ ഈ തൊട്ടികൾ താനെ വീട്ടിലെത്തണം. ശരി, വാളമീൻ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം സാധിക്കണമെങ്കിൽ വാളമീൻ കൽപ്പിക്കുന്നു ഞാൻ ഇച്ഛിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് നിന്റെ ആഗ്രഹം പറഞ്ഞാൽ മതി. ഉടൻ തന്നെ വിചാരിച്ച കാര്യം സാധിക്കും. യമേല്യ ഉടൻ തന്നെ പറഞ്ഞു, വാളമീൻ കൽപ്പിക്കുന്നു ഞാൻ ഇച്ഛിക്കുന്നു, തൊട്ടികളെ താനെ വീട്ടിൽ പോകൂ. അത്ഭുതം തന്നെ! അപ്പോൾ തന്നെ തൊട്ടികൾ നടന്ന് കുന്നുകയറി. യമേല്യ മീനിനെ വെള്ളത്തിലിട്ടിട്ട് തൊട്ടികളുടെ പിന്നാലെ നടന്നു. ഗ്രാമീണ വീഥിയിലൂടെ തൊട്ടികൾ നടന്നു പോകുന്നത് കണ്ട് ആളുകൾ അമ്പരന്നു. യമേല്യ അടക്കി ചിരിച്ചുകൊണ്ട് പിന്നാലെ നടന്നുപോയി. തൊട്ടികൾ നേരെ യമേല്യയുടെ വീട്ടിൽ ചെന്ന് ഒരു ബെഞ്ചിന്റെ മുകളിൽ കയറിയിരുന്നു. യമേല്യ തന്റെ കിടക്കയിൽ വീണ്ടും സ്ഥാനം പിടിച്ചു. കുറെ സമയം കഴിഞ്ഞ് ജ്യേഷ്ഠത്തിമാർ യമേല്യയെ പിന്നെയും വിളിച്ചു. യമേല്യ, അവിടെ എങ്ങനെ വെറുതെ കിടക്കാതെ കുറെ വിറക് കീറിക്കൊണ്ടുവാ. എനിക്ക് വയ്യ, എനിക്കിഷ്ടമില്ല, യമേല്യ പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ജ്യേഷ്ഠന്മാർ മടങ്ങി വരുമ്പോൾ നിനക്കൊന്നും കിട്ടുകയില്ല. യമേല്യയ്ക്ക് കിടക്കയിൽ നിന്നും ഇറങ്ങാൻ മനസ്സില്ലായിരുന്നു. അവൻ വാളമീനിന്റെ കാര്യം അപ്പോഴാണ് ഓർത്തത്. ആരും കേൾക്കാതെ അവൻ മന്ത്രിച്ചു, വാളമീൻ കൽപ്പിക്കുന്നു ഞാൻ ഇച്ഛിക്കുന്നു, കോടാലി പോയി കുറെ വിറക് കീറൂ. വിറകെ നിങ്ങൾ വീട്ടിനകത്തെത്തി അടുപ്പിലേക്ക് ചാടിക്കയറൂ. അത്ഭുതം! ബെഞ്ചിനടിയിലിരുന്ന കോടാലി മുറ്റത്തേക്ക് ഓടിച്ചെന്ന് വിറക് കീറി തുടങ്ങി. വിറക് കമ്പുകൾ വീട്ടിനുള്ളിലെത്തി അടുപ്പിലേക്ക് ചാടിക്കയറി. പിന്നെയും കുറേ സമയം കഴിഞ്ഞു. ജ്യേഷ്ഠത്തിമാർ വീണ്ടും യമേല്യയെ വിളിച്ചു. യമേല്യ, വിറക് മുഴുവൻ തീർന്നു, നീ കാട്ടിൽ പോയി കുറെ
വിറക് വെട്ടിക്കൊണ്ടുവരൂ. കട്ടിലിൽ തിരിഞ്ഞു കിടന്നുകൊണ്ട് എമേല്യ മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് ചെയ്താലെന്താ? നീ എന്താണീ പറയുന്നത് എമേല്യ? കാട്ടിൽ പോയി തടി കൊണ്ടുവരുന്നത് ഞങ്ങളുടെ ജോലിയല്ല. എമേല്യ പറഞ്ഞു. എനിക്കത് ചെയ്യാൻ ഇഷ്ടമില്ല. എങ്കിൽ നിനക്ക് സമ്മാനമൊന്നും കിട്ടുകയുമില്ല, ജ്യേഷ്ഠത്തിമാർ പറഞ്ഞു. എമേല്യയ്ക്ക് പോകാതെ നിവർത്തിയില്ലായിരുന്നു. അവൻ കട്ടിലിൽ നിന്ന് താഴെ ഇറങ്ങി ബൂട്ടുകളും കുപ്പായവും ധരിച്ചു. ഒരു കയറും ഒരു കോടാലിയും എടുത്തുകൊണ്ട് മുറ്റത്ത് ചെന്ന് തെന്നുവണ്ടിയിൽ കയറി. അവൻ ഇങ്ങനെ പറഞ്ഞു. ചേട്ടത്തിമാരെ, പടിവാതിൽ തുറക്കിൻ. അവന്റെ ജ്യേഷ്ഠത്തിമാർ പറഞ്ഞു. എടാ മണ്ട, നീ തെന്നുവണ്ടിയിൽ എന്തു ചെയ്യുകയാണ്? നീ കുതിരയെ അതിൽ കെട്ടിയിട്ടില്ലല്ലോ. എനിക്ക് കുതിരയുടെ ആവശ്യമില്ല, എമേല്യ പറഞ്ഞു. സ്ത്രീകൾ പടിവാതിൽ തുറന്നു. എമേല്യ ഇങ്ങനെ മന്ത്രിച്ചു. വാളമീൻ കൽപ്പിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നു. തെന്നുവണ്ടി കാട്ടിലേക്ക് പോകൂ. തെന്നുവണ്ടി പടി കടന്ന് ഓടിത്തുടങ്ങി. കാട്ടിലേക്കുള്ള വഴി ഒരു പട്ടണത്തിന്റെ മധ്യത്തിലൂടെയായിരുന്നു. തെന്നുവണ്ടി പലരുടെയും ദേഹത്ത് മുട്ടി. പലരും അതിനടിയിൽപ്പെട്ട് ഞെരിഞ്ഞു. പട്ടണവാസികൾ വിളിച്ചു പറഞ്ഞു, അവനെ തടഞ്ഞു നിർത്തണം, അവനെ പിടിച്ചു നിർത്തണം. എമേല്യയ്ക്ക് കൂസലില്ലായിരുന്നു. അവൻ തെന്നുവണ്ടിയോട് കൂടുതൽ വേഗം ഓടാൻ പറയുക മാത്രമാണ് ചെയ്തത്. കാട്ടിലെത്തിയ ഉടൻ വണ്ടി നിർത്തിയിട്ട് അവൻ പറഞ്ഞു. വാളമീൻ കൽപ്പിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നു. കോടാലി, കുറെ ഉണങ്ങിയ തടി വെട്ടിയിടൂ. തടികളെ നിങ്ങൾ വണ്ടിയിൽ കയറി ഒരുമിച്ച് കയറുകൊണ്ട് കെട്ടു. കോടാലി തടികൾ മുറിച്ചിട്ടിട്ട് കീറി വിറകാക്കി. വിറക് കമ്പുകൾ ഓരോന്നായി വണ്ടിയിൽ കയറിയിരുന്നു ഒരുമിച്ച് കെട്ടി. നല്ല കനമുള്ള ഒരു കുറുവടി വെട്ടിത്തരാൻ എമേല്യ കോടാലിയോട് പറഞ്ഞു. കോടാലി അതും ചെയ്തു. എല്ലാം കഴിഞ്ഞ് അവൻ വണ്ടിയിൽ കയറി ഇങ്ങനെ മന്ത്രിച്ചു. വാളമീൻ കൽപ്പിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നു. തെന്നുവണ്ടി വീട്ടിലേക്ക് പോകൂ. തെന്നുവണ്ടി വേഗത്തിലോടി. താൻ പലരെയും തള്ളിയിടുകയും മുറിവേൽപ്പിക്കുകയും ചെയ്ത പട്ടണത്തിൽ എമേല്യ എത്തി. അവിടെ ആളുകൾ അവനെ പിടിക്കാൻ തയ്യാറായി നിന്നിരുന്നു. അവർ അവനെ തെന്നുവണ്ടിയിൽ നിന്ന് വലിച്ച് താഴെയിട്ട് അടിക്കാനും തൊഴിക്കാനും തുടങ്ങി. താൻ ആപത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായ ഉടൻ എമേല്യ ഇങ്ങനെ മന്ത്രിച്ചു. വാളമീൻ കൽപ്പിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നു. കുറുവടി ഇറങ്ങി വന്ന് ഇവരെ പൊതിരെ തല്ലു. പറഞ്ഞു തീർന്നതും കുറുവടി ചാടിച്ചെന്ന് അടി തുടങ്ങി. പട്ടണവാസികൾ പരിഭ്രാന്തരായി 4 പാടും ഓടി. എമേല്യ വീട്ടിലെത്തി. കട്ടിലിൽ കയറി കിടന്നു. എമേല്യ തെരുവിലുണ്ടാക്കിയ പരാക്രമങ്ങളെല്ലാം രാജാവിന്റെ ചെവിയിലെത്തി. അവനെ കണ്ടുപിടിച്ച് കൊട്ടാരത്തിൽ ഹാജരാക്കാൻ അദ്ദേഹം തന്റെ പട്ടാളത്തിലെ ഒരു ഉദ്യോഗസ്ഥനെ അയച്ചു. ഉദ്യോഗസ്ഥൻ എമേല്യയുടെ ഗ്രാമത്തിലെത്തി. അയാൾ എമേല്യയുടെ വീട്ടിൽ കയറി ചെന്ന് ഇങ്ങനെ ചോദിച്ചു. നീയാണോ മണ്ടൻ എമേല്യ? ആണെങ്കിൽ എന്താ? എമേല്യ അലസനായി മറുപടി പറഞ്ഞു. വേഗം കുപ്പായം എടുത്തിട്, ഞാൻ നിന്നെ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. എനിക്ക് പോകാൻ ഇഷ്ടമില്ല, എമേല്യ പറഞ്ഞു. പട്ടാളക്കാരൻ രോഷാകുലനായി എമേല്യയുടെ തലയ്ക്കൊരടി കൊടുത്തു. ഉടൻ തന്നെ എമേല്യ ഇങ്ങനെ മന്ത്രിച്ചു. വാളമീൻ കൽപ്പിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നു. കുറുവടി ഇയാളെ അടിച്ച് ചമ്മന്തിയാക്കൂ. പറഞ്ഞു തീരും മുൻപേ കുറുവടി ചാടിച്ചെന്ന് ഉദ്യോഗസ്ഥനെ അടിച്ച് അവശനാക്കി. എങ്ങനെയെങ്കിലും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കൊട്ടാരത്തിലെത്തി. തന്റെ ഉദ്യോഗസ്ഥൻ എമേല്യയോട് തോറ്റു എന്നറിഞ്ഞ് രാജാവ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം തന്റെ പ്രഭുക്കന്മാരിൽ ഏറ്റവും പ്രധാനിയെ വരുത്തി. എമേല്യയെ കണ്ടുപിടിച്ച് കൊട്ടാരത്തിൽ ഹാജരാക്കിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ തല വീശും, രാജാവ് പ്രഭുവിനോട് പറഞ്ഞു. പ്രഭു കുറെ നേരം ആലോചിച്ചു. എന്നിട്ട് കുറെ പഴങ്ങളും പലഹാരങ്ങളും വാങ്ങിക്കൊണ്ട് എമേല്യയുടെ വീട്ടിലെത്തി. എമേല്യയ്ക്ക് എന്താണ് ഇഷ്ടമെന്ന് അയാൾ ജ്യേഷ്ഠത്തിമാരോട് ചോദിച്ചു.
അവനോട് മധുരമായി സംസാരിക്കുന്നതാണ് അവനിഷ്ടം. അവനോട് നയത്തിൽ പെരുമാറുകയും അവനൊരു ചുവന്ന കുപ്പായം വാങ്ങിക്കൊടുക്കാമെന്ന് പറയുകയും ചെയ്താൽ നിങ്ങൾ പറയുന്നത് എന്തു അവൻ അനുസരിക്കും? ചേട്ടത്തിമാർ പറഞ്ഞു. പ്രഭു എമേലിയയ്ക്ക് പലഹാരങ്ങളും പഴങ്ങളും കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, എമേലിയ, ഇങ്ങനെ കിടക്കുന്നത് എന്തിനാണ്? എന്റെ കൂടെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വരൂ. എനിക്ക് ഇവിടെയുള്ള സുഖം മതി, എമേലിയ പറഞ്ഞു. എമേലിയ, രാജാവ് പലഹാരങ്ങളും വീഞ്ഞും തന്ന് നിന്നെ സൽക്കരിക്കും. നമുക്ക് അങ്ങോട്ട് പോകാം. ഇല്ല, ഞാൻ വരുന്നില്ല. എമേലിയ, ഒന്നാന്തരം ഒരു ചുവപ്പ് കുപ്പായവും ഒരു ജോഡി ബൂട്ടുകളും ഒരു തൊപ്പിയും രാജാവ് നിനക്ക് സമ്മാനമായി തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എമേലിയ കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു, ശരി, എന്നാൽ ഞാൻ വരാം. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് പോകണം. ഞാൻ പുറകെ വന്നോളാം. പ്രഭു കുതിരപ്പുറത്ത് യാത്രയായി. എമേലിയ കുറെ നേരം കൂടി അവിടെ കിടന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, വാളമീൻ കൽപ്പിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നു. കട്ടിലേ, നീ കൊട്ടാരത്തിലേക്ക് പോകൂ. ഇങ്ങനെ പറഞ്ഞതും വീടിന്റെ മൂലകൾക്ക് വിള്ളലുണ്ടായി, മേൽക്കൂര ഇളകി, ഒരു ഭിത്തി ഇടിഞ്ഞു വീണു. കട്ടിൽ കൊട്ടാരത്തെ ലക്ഷ്യമാക്കി റോഡിലൂടെ പാഞ്ഞു. രാജാവ് ജാലകത്തിലൂടെ ഈ കാഴ്ച കണ്ടു. ഇതെന്താണ്? അദ്ദേഹം ചോദിച്ചു. പ്രഭു ഉത്തരം പറഞ്ഞു, എമേലിയ കട്ടിലിൽ കയറി കൊട്ടാരത്തിലേക്ക് വരികയാണ്. രാജാവ് പൂമുഖത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു, എമേലിയ, നിന്നെപ്പറ്റി പല പരാതികളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. നീ അനേകം ആളുകളെ പരിക്കേൽപ്പിച്ചെന്ന് കേട്ടു. അവർ എന്റെ തെന്നുവണ്ടിയുടെ മുന്നിൽ വന്നു നിന്നതെന്തിനാണ്? എമേലിയ ചോദിച്ചു. ഈ സമയത്ത് രാജാവിന്റെ പുത്രി മരിയ രാജകുമാരി ജാലകത്തിലൂടെ അങ്ങോട്ട് നോക്കി. എമേലിയ അവളെ കണ്ടപ്പോൾ പതുക്കെ ഇങ്ങനെ പറഞ്ഞു, വാളമീൻ കൽപ്പിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നു. രാജാവിന്റെ പുത്രിക്ക് എന്നോട് അനുരാഗമുണ്ടാകട്ടെ. എന്നിട്ട് ഇത്രയും കൂടി അവൻ കൂട്ടിച്ചേർത്തു, കട്ടിലെ, വീട്ടിലേക്ക് പോകൂ. കട്ടിൽ തിരിഞ്ഞ് എമേലിയുടെ ഗ്രാമത്തിലേക്ക് ഓട്ടം തുടങ്ങി. അത് വീട്ടിൽ കയറി യഥാസ്ഥാനത്ത് ഇരുന്നു. അപ്പോഴെല്ലാം എമേലിയ കട്ടിലിൽ തന്നെ കിടക്കുകയായിരുന്നു. ഈ സമയത്ത് കൊട്ടാരത്തിൽ ഒരു തേങ്ങൽ കേട്ടു. മരിയ രാജകുമാരി എമേലിയെ ഓർത്ത് കണ്ണുനീർ വാർത്തുകൊണ്ടിരുന്നു. തനിക്ക് എമേലിയെ കൂടാതെ ജീവിക്കാൻ വയ്യെന്നും അതുകൊണ്ട് അവനെ കല്യാണം കഴിക്കാൻ അനുവദിക്കണമെന്നും രാജാവിനോട് അവൾ കരഞ്ഞു പറഞ്ഞു. രാജാവിന് അത് കേട്ടപ്പോൾ അതിയായ ദുഃഖവും കോപവും വന്നു. അദ്ദേഹം പ്രഭുവിനോട് പറഞ്ഞു, പോയി എമേലിയെ ജീവനോടെയോ അല്ലാതെയോ ഇവിടെ കൊണ്ടുവരൂ. അല്ലാത്ത പക്ഷം ഞാൻ നിങ്ങളുടെ തല വീശും. പ്രഭു പലതരം പലഹാരങ്ങളും മധുരമുള്ള വീഞ്ഞുകളും വാങ്ങിക്കൊണ്ട് വീണ്ടും എമേലിയുടെ ഗ്രാമത്തിലെത്തി. അയാൾ വീട്ടിനുള്ളിൽ വന്ന് പലഹാരങ്ങളും മറ്റും എമേലിയുടെ മുന്നിൽ നിരത്തിവച്ചു. എമേലിയ സ്വാദോടെ ആ പലഹാരങ്ങളും വീഞ്ഞുകളും ആവോളം അകത്താക്കി. മദ്യത്തിന്റെ ലഹരിയിൽ അവൻ കിടന്നുറങ്ങിപ്പോയി. ഉറങ്ങിക്കിടന്ന എമേലിയെ ഒരു വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പ്രഭു കൊട്ടാരത്തിലേക്ക് പോയി. ഇരുമ്പ് പട്ട കൊണ്ട് ചുറ്റപ്പെട്ട ഒരു വലിയ വീപ്പ കൊണ്ടുവരാൻ രാജാവ് ഉടൻ തന്നെ കൽപ്പിച്ചു. എമേലിയെയും മരിയ രാജകുമാരിയെയും വീപ്പയ്ക്കുള്ളിലാക്കി വീപ്പ ഭദ്രമായി അടച്ച് പുറത്ത് ടാറും പുരട്ടി കടലിലേക്കെറിഞ്ഞു. കുറേ സമയം കഴിഞ്ഞ് എമേലിയ ഉണർന്നു. ചുറ്റും ഇരുട്ടാണെന്നും താനൊരു ഇരുണ്ട സ്ഥലത്താണെന്നും മനസ്സിലായയുടൻ എമേലിയ ചോദിച്ചു, ഞാനിതെവിടെയാണ്? മരിയ രാജകുമാരി പറഞ്ഞു, പ്രിയതമ എമേലിയ, വല്ലാത്ത ദുരവസ്ഥയാണ് നമ്മുടേത്. അവർ നമ്മെ ടാറടിച്ച ഒരു വീപ്പയിലടച്ച് നീലക്കടലിൽ എറിഞ്ഞിരിക്കുകയാണ്. നീ ആരാണ്? എമേലിയ ചോദിച്ചു. മരിയ രാജകുമാരി. അപ്പോൾ എമേലിയ ഇങ്ങനെ മന്ത്രിച്ചു, വാളമീൻ കൽപ്പിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നു. കൊടുങ്കാറ്റെ, വീപ്പ ഒരു കരയിലടുപ്പിച്ച് മഞ്ഞ മണൽപ്പുറത്ത് നിക്ഷേപിക്കൂ. കാറ്റുടൻ തന്നെ ശക്തിയായി അടിച്ചു തുടങ്ങി. കടൽ ക്ഷോഭിച്ചു. വീപ്പ കരയ്ക്കടുത്ത് മഞ്ഞ മണൽപ്പരപ്പിൽ വന്ന് തങ്ങി.
എമേലിയയും മരിയ രാജകുമാരിയും വീപ്പയിൽ നിന്ന് പുറത്തിറങ്ങി. മരിയ രാജകുമാരി പറഞ്ഞു, എമേലിയ, നാം എവിടെ താമസിക്കും? എങ്ങനെയെങ്കിലും ഒരു വീടുണ്ടാക്കൂ. അവൻ പറഞ്ഞു, വാളമീൻ കൽപ്പിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നു. സ്വർണ്ണ മേൽക്കൂരയുള്ളതും കല്ലുകൊണ്ടുണ്ടാക്കപ്പെട്ടതുമായ ഒരു കൊട്ടാരം ഇവിടെ ഉയരട്ടെ. അവൻ ഇങ്ങനെ പറഞ്ഞു തീർന്നതും അതിമനോഹരമായ ഒരു കൊട്ടാരം അവിടെ ഉണ്ടായി. അത് കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതും അതിന്റെ മേൽക്കൂര സ്വർണം കൊണ്ടുണ്ടാക്കപ്പെട്ടതുമായിരുന്നു. ചുറ്റുമുണ്ടായിരുന്ന സുന്ദരമായ ഉദ്യാനത്തിൽ പൂക്കൾ നിറഞ്ഞു നിന്നു. പക്ഷികൾ പാടിക്കൊണ്ടിരുന്നു. മരിയ രാജകുമാരിയും എമേലിയയും കൊട്ടാരത്തിൽ പ്രവേശിച്ച് ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. മരിയ രാജകുമാരി ചോദിച്ചു, എമേലിയ, നിനക്ക് കുറച്ചുകൂടി സുന്ദരനായിക്കൂടെ? ഉടൻ തന്നെ എമേലിയ പറഞ്ഞു, വാളമീൻ കൽപ്പിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നു. ഞാൻ നല്ല പൊക്കവും സൗന്ദര്യവുമുള്ള ഒരു യുവാവായി തീരട്ടെ. ഉടൻ തന്നെ എമേലിയ അതിസുന്ദരനായ ഒരു യുവാവായി മാറി. അത്ര സുന്ദരനായ ഒരു യുവാവ് അതിനു മുമ്പ് ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. രാജാവ് ആയിടയ്ക്ക് വേട്ടയ്ക്കായി ആ പ്രദേശത്തേക്ക് എത്താനിടയായി. അപ്പോൾ നേരത്തെ തരിശായി കിടന്ന ഒരു സ്ഥലത്ത് ഒരു കൊട്ടാരം കണ്ടു. എന്റെ സ്ഥലത്ത് കൊട്ടാരം പണിയാൻ ഉള്ള ധിക്കാരം ആർക്കാണുണ്ടായത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരനെ കണ്ടുപിടിക്കാൻ ഒരു ദൂതനെ അയച്ചു. ദൂതൻ കൊട്ടാരത്തിലെത്തി, അങ്ങ് ആരാണെന്ന് പറയുമോ എന്ന് എമേലിയോട് ചോദിച്ചു. എന്നെ സന്ദർശിക്കാൻ രാജാവിനോട് പറയൂ, ഞാൻ ആരാണെന്ന് അപ്പോൾ നേരിട്ട് പറഞ്ഞോളാം, എമേലിയ പറഞ്ഞു. രാജാവ് എമേലിയുടെ നിർദ്ദേശം സ്വീകരിച്ചു. എമേലിയ അദ്ദേഹത്തെ കൊട്ടാരത്തിന്റെ കവാടത്തിൽ വെച്ച് സ്വീകരിച്ചു. അദ്ദേഹത്തെ രാജോചിതമായി സൽക്കരിച്ചു. രാജാവ് തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ട് ചോദിച്ചു, നല്ലവനായ മനുഷ്യ, നിങ്ങൾ ആരാണ്? അപ്പോൾ എമേലിയ പറഞ്ഞു, ഒരു കട്ടിലിൽ കയറി അങ്ങയെ സന്ദർശിച്ച ഒരു മണ്ടൻ എമേലിയയെ അങ്ങ് ഓർക്കുന്നുണ്ടോ? അവനെയും അങ്ങയുടെ മകളെയും ഒരുമിച്ച് ഒരു വീപ്പയിലടച്ച് കടലിലെറിഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാനാണ് ആ എമേലിയ. വേണമെന്ന് വിചാരിച്ചാൽ അങ്ങയുടെ രാജ്യം മുഴുവൻ തീ കത്തിച്ച് നശിപ്പിക്കാൻ എനിക്ക് കഴിയും. രാജാവ് വല്ലാതെ പേടിച്ചുപോയി. തന്നോട് ക്ഷമിക്കണമെന്ന് അദ്ദേഹം എമേലിയോട് അപേക്ഷിച്ചു. എനിക്ക് മാപ്പ് തരൂ എമേലിയ, എന്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചു തരാം, എന്റെ രാജ്യവും തരാം. പിന്നീട് അവിടെ നടന്നത് അതിഗംഭീരമായ ഒരു സദ്യയായിരുന്നു. എമേലിയ മരിയ രാജകുമാരിയെ കല്യാണം കഴിച്ചു. അവരുടെ വിവാഹം അതിഗംഭീരമായി അന്നവിടെ നടന്നു. അവസാനം അവനാണ് ആ രാജ്യം ഭരിച്ചത്. അവർ സുഖമായി അനേകകാലം ജീവിച്ചു. എമേലിയ തൻ്റെ രക്ഷകനായ വാളമീനിനോട് അതിയായ നന്ദിയുള്ളവനായിരുന്നു. വാളമീനിനെ ഓർമ്മിക്കാനും അതിനോട് നന്ദി പറയാനും അവൻ സമയം കണ്ടെത്തിയിരുന്നു. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി മറ്റൊരു കഥയുമായി ഉടനെ എത്താം.